ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. ഉപ്പുമാവ് 2 രീതിയിൽ ചെയ്യാറുണ്ട്. ചിലർക്ക് കുറച്ച് കുഴഞ്ഞ രീതിയിലുള്ള ഉപ്പുമാവായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഡ്രൈ ആയിട്ടുള്ള തരി പോലെ കിടക്കുന്ന ഉപ്പുമാവായിരിക്കും ഇഷ്ടം. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അടികട്ടിയുള്ള ഒരു പാത്രം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം യൂസ് ചെയ്യുക. ഇപ്പോൾ ഈ പാന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു കപ്പിന് 2 കപ്പ് റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ റവ എടുക്കുമ്പോൾ ഇതുപോലെ അളന്ന് തന്നെ എടുക്കണം കേട്ടോ, കാരണം നമ്മൾ ഈ കപ്പിൻ്റെ അളവിൽ തന്നെയാണ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയാലേ നമുക്ക് ഉപ്പുമാവ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. റവ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ റവ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് റോസ്റ്റഡ് റവയാണ്, എന്നാലും ഞാനിത് 2 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഡബിൾ ഹോൾസിൻ്റെ റവയാണെങ്കിൽ ഞാനത് റോസ്റ്റ് ചെയ്തെടുക്കാറില്ല. അത് റോസ്റ്റ് ചെയ്തെടുത്തില്ലെങ്കിലും അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ പാനിൻ്റെ ചൂടുകൊണ്ട് ഇത് കൂടുതൽ റോസ്റ്റ് ആയിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഗീയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗീ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഗീ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഗീയും വെളിച്ചെണ്ണയും ഒന്ന് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഉഴുന്ന് ഇനി ഒന്ന് ചുമന്ന് വരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കാഷ്യൂ നട്ട്സും റൈസിൻസും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ കുട്ടികൾക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഈ ഇഞ്ചിയുടെ ആ റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഇഞ്ചിയുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. സവാള ഒത്തിരി അങ്ങോട്ട് കുക്ക് ചെയ്യേണ്ട, ഒന്നങ്ങോട്ട് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതി. ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് 1 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷവും ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ക്യാരറ്റിൻ്റെ നിറം മാറേണ്ട ആവശ്യമൊന്നുമില്ല, ഇതും ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റാണ്. ചിലർക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമായിരിക്കും, അപ്പോൾ ഇഷ്ടമുള്ളവർ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ സവാളയും ക്യാരറ്റും ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കുക്കായാൽ മതി. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോൾ ചെയ്യുമ്പോഴും 1 കപ്പ് റവയാണ് എടുക്കുന്നതെങ്കിൽ സെയിം അളവ് 1 കപ്പ് വെള്ളം എടുക്കും. അതിൻ്റെ കൂടെ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റവ എടുത്ത സെയിം കപ്പിൽ 2 കപ്പ് വെള്ളവും അതിൻ്റെ കൂടെ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ഇതിലേക്ക് 2.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലും കൂടുതൽ വെള്ളമായാൽ ഉപ്പുമാവ് കുഴഞ്ഞു പോകും. ഈ ഒരളവിൽ വെള്ളം എടുത്താൽ ഉപ്പുമാവ് കുഴഞ്ഞു പോകാതെ നല്ല സോഫ്റ്റായിട്ട് കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടും. ഇനി നിങ്ങൾക്ക് കുഴഞ്ഞ ഉപ്പുമാവാണ് ഇഷ്ടമെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളത്തിൽ ഉപ്പ് ഇത്തിരി മുന്നിട്ട് നിൽക്കണം, അപ്പോഴേ ഉപ്പുമാവിൽ ഉപ്പ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്.
ഇനി തീ നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് റവ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. റവ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇട്ട് കൊടുക്കണം. അതുപോലെ ഒരു കൈ കൊണ്ട് റവ ചേർത്ത് കൊടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് റവ ഇതുപോലെ ഇളക്കി കൊടുക്കും വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കട്ട കെട്ടും. നമ്മൾ ഈ റവ ഇടുന്നതിനനുസരിച്ച് വെള്ളം റവ അബ്സോർബ് ചെയ്തെടുക്കും. അതുകൊണ്ട് റവ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ റവ വെള്ളത്തിൽ നന്നായിട്ട് കുതിർന്ന് കിട്ടുള്ളൂ. റവ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളെടുക്കുന്ന റവ റോസ്റ്റഡ് ആണെങ്കിലും ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ഇതുപോലെ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് സിമ്മിലിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. 1 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. കറക്റ്റ് 1 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ കുക്ക് ചെയ്തെടുക്കരുത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ചെറിയൊരു നനവുണ്ട്. ചിലർക്ക് ഇങ്ങനത്തെ ഉപ്പുമാവായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് ഈ സ്റ്റേജിൽ സെർവ് ചെയ്യാം. എനിക്കിത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആവുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടി ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം അടച്ച് വെക്കുക. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. ഇത് നല്ല സോഫ്റ്റുമാണ്, എന്നാൽ ഡ്രൈയുമാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഉപ്പുമാവ് കുഴഞ്ഞു പോവുകയാണ്, കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ഇതുവരെയും ശരിയാവാത്തവരും ഉണ്ടാക്കാൻ അറിയാത്തവരും ഞാൻ പറഞ്ഞ മെഷർമെൻറ്റ് പ്രകാരം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ പെർഫെക്റ്റായിട്ട് തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇനി ഇത് ഈ പാനിൽ തന്നെ വെക്കരുത്. ഉടനെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഇത് വീണ്ടും കുക്കാവും. അപ്പോൾ നമുക്ക് ഈ ഉപ്പുമാവ് നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നല്ല തരി തരി പോലെ വീഴുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. Thank you.